ഇത്രയും ഭംഗിയുള്ള പൂക്കളൊക്കെ ഇവിടെ വിരിയോ? സ്ട്രോബെറി വരെ വിളയിച്ചെടുത്തിട്ടുണ്ട് ഈ മണ്ണിൽ. ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് ഓർഗാനിക് ലഷർ ഫാം കാഴ്ചകളിലൂടെ ഈ ഒരു രാജ്യത്തിലെ ഫേവറേറ്റ് വീക്കെൻഡ് ഡെസ്റ്റിനേഷൻസ്. ഇവിടെ വന്നാലേ സമയം പോകുന്നത് അറിയില്ല, ഒരു ദിവസം മൊത്തം സ്പെൻഡ് ചെയ്യാം. ഹലോ, നമസ്കാരം. എല്ലാവർക്കും 777 ജാക്ക് ജോൺസിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഞങ്ങളിത് ഇപ്പം നിൽക്കുന്നത് സഹറ ഫാമിലാണ്. കുവൈറ്റിൻ്റെ നോർത്തേൺ സൈഡിലുള്ള ഫാമുകളിൽ ഒന്നാണിത്. മോസ്റ്റ് അഡ്വാൻസ്ഡ് ഫാം എന്നൊക്കെ പറയാം. ഓരോ വർഷം ഇവിടെ വരുമ്പോഴും പുതിയ പുതിയ മാറ്റങ്ങളാണ്. ആദ്യമൊന്നും ഇത്രയ്ക്കും ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇവിടെ എല്ലാ ഏരിയകളും അത്യാവശ്യം നല്ല കളർഫുള്ളായിട്ട് തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും കൃഷിയിടങ്ങളിലൂടെയൊക്കെ നമ്മൾ നടക്കാൻ പോകുന്നേ ഉള്ളൂ. കുവൈറ്റ് എന്ന രാജ്യത്തിൻ്റെ മാപ്പ് കണ്ടാലറിയാം, കടലിനോട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ചെറിയ രാജ്യമാണ്. സൗത്തിലോട്ട് പോയാലും നോർത്തിലോട്ട് പോയാലും ഒക്കെ ഇഷ്ടം പോലെ ഫാം കാഴ്ചകളാണ്. അഗ്രികൾച്ചറിന് ഒട്ടും തന്നെ വയബിളായിട്ടുള്ള ഒരു ഏരിയ അല്ല, ഒരു മണ്ണല്ല ഇവിടെയുള്ളത്. എന്നിട്ട് പോലും വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ പൂക്കളുടെ കാര്യമോ എന്തോ ആവട്ടെ, ഇവിടെ തന്നെ കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ മാർക്കറ്റുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ലഭിക്കും ബോക്സ് കണക്കിനായിട്ട് ഫാമുകളിൽ കൃഷി ചെയ്തിട്ടുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എല്ലാം. ആണല്ലേ? വലിയ സ്ട്രോബെറീസ് ആണ്. ഇത് ഇവിടെ തന്നെ ഉണ്ടായതാണോ എന്ന് ഉറപ്പില്ല. ആണോ? ജ്യൂസി, ജ്യൂസി, സ്വീറ്റി, ടേസ്റ്റി. ഈ സ്ട്രോബെറി കഴിച്ചുകൊണ്ട് നമുക്ക് നടക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഫ്രഞ്ച് ഫ്രൈ, ചിക്കൻ, പോപ്കോൺ ഒക്കെ ഉള്ള ഷോപ്പുകളാണ് ഇവിടെ. പിള്ളേർക്ക് എന്തായാലും ഇഷ്ടാവും ഈ വഴിക്ക് വരുമ്പോ. ഇത് ജാം പോലെ ഉണ്ടോ? ഒമാനി സ്വീറ്റ്സ്. ഇവിടെ ഒരു സ്പെഷ്യൽ കടയാണ് ഒമാനി സ്വീറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുള്ള ഒരു ട്രയലാണ്. നാച്ചുറൽ പ്രൊഡക്ട്സ് ഉണ്ട്. ഷിയ ബട്ടറിന്റെ ഉണ്ടല്ലേ, സൂപ്പർ ഫാറ്റ്. ലൈവായിട്ടുള്ള കുക്കിംഗ് സെഷൻസ് ഉണ്ട് ഓരോ ഷോപ്പുകളിലും. അവരവരുടെ പ്രൊഡക്ട്സും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമുക്ക് ട്രയൽ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് ഒമാനി സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഒമാനി ഹൽവ ഉണ്ടാക്കുന്നതാണ്. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് വീറ്റ് ഫ്ലോറാണ്. പിന്നെ നമ്മുടെ നെയ്യും സാഫ്രോണൊക്കെ ഇട്ട് ഇളക്കി ഉണ്ടാക്കുന്ന ഒരു ഹൽവയാണ്. ഇത് ഗെയിംസ് നടത്തുന്ന സ്ഥലമാണ്. ആർച്ചറി ഒക്കെ നടത്താറുണ്ട്. ഇവിടെ ഫുൾ ഗെയിംസിനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്തിട്ടിരിക്കുന്ന ഒരു കോർണറാണ്. ഗെയിംസ് ഒക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ, കുട്ടികൾക്കാണ് കേട്ടോ മെയിൻ ആയിട്ടും. ഇനിയുള്ള ഒരു നടത്തെന്ന് പറയണത് തികച്ചും പൂക്കളെ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ള റോഡാണ്. റോഡിന്റെ ഇരുഭാഗത്തായിട്ട് കണ്ടില്ലേ, നല്ല നല്ല കളേഴ്സിലാണ്. ഈ ഒരു വെതറിൽ ഈ കളർ കാണുന്നത് അത്രയും നല്ല ഭംഗിയാണ് കേട്ടോ. ഈ പർപ്പിൾ ആൻഡ് മിക്സ് ബ്ലൂ ഒക്കെ ആയിട്ട്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ഏരിയ ഉണ്ട്. ഇതിനുള്ളിലേക്ക് കുട്ടികളെ വിട്ടു കഴിഞ്ഞാൽ പിന്നെ പാരന്റ്സ് അധികം ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അതിനുള്ളിൽ തന്നെ സുരക്ഷിതരായിട്ട് ഇരുന്നോളും. ഈ ഒരു സീസണിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു കാഴ്ചകളിൽ ഒന്നാണ് ഇതെല്ലാം. കായൽ പോലെ ഒരു സെറ്റപ്പ്, അതിൽ ബോട്ടിങ്. ഓരോരുത്തർക്കും ഓരോ വീട് പോലെ ഉപയോഗിക്കാം. അപ്പൊ ഒരു ഡേ ഒക്കെ സ്പെൻഡ് ചെയ്യുന്നവർക്ക് അത് ശരിക്കും ഒരു അനുഭവമായിരിക്കും. കുവൈറ്റിൻ്റെ നോർത്തേൺ സൈഡായിട്ടുള്ള അബ്ദലയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഫാമുകളുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിസ് ചെയ്യാൻ കഴിയാത്ത കാഴ്ചകളിൽ ഒന്ന് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അത്യാവശ്യം വിസ്തൃതിയിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള വലിയൊരു ലേക്കും, അതിലാണെങ്കിൽ ബോട്ടിങ്ങും, അതിനോട് ചേർന്നിട്ടുള്ള ഹോം സ്റ്റേകളും, നല്ല ഹൈ ഫൈ വെസ്റ്റേൺ കൺസ്ട്രക്ഷനോട് കൂടിയിട്ടുള്ള ഹോം സ്റ്റേകളാണ്. നൈറ്റ് സ്റ്റേ പാക്കേജൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇവിടെ വരുന്നതെങ്കിൽ ഇവിടെ മതിയാവോളം ടൈം സ്പെൻഡ് ചെയ്യാം.
ഫാമുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇവിടെ കാണുന്നത് ഈ വിശാലമായിട്ടുള്ള ഈ ഒരു പോണ്ടാണ്. ഹൗസ് നമ്പർ 15. ഹൗസ് നമ്പർ 15 ഇത്തിരി പൊക്കത്താണ്, ഇത്തിരി മൗണ്ടൈൻ്റെ മുകളിലാണ് അവർ ഉദ്ദേശിക്കുന്നത്. പൂമ്പാറ്റുണ്ട്, കുറച്ചൊരു അനങ്ങാണ്ടിരുന്ന വരൂട്ടാ. അത് പോവാണല്ലോ. ഞങ്ങളിവിടെ വന്നിട്ട് 12 മണി വരെ പുറത്തൊക്കെ കറങ്ങി നടന്നു, പല ഫാമുകളിലൊക്കെ ആയിട്ട്. 12 മണിക്കാണ് ഇവിടെ ഓപ്പൺ ആയത്. ഇത് മൊത്തം നമ്മുടെ കരിമ്പൻ കാട്ടിലേക്ക് എൻട്രി ചെയ്തിരിക്കുകയാണ്. പൂമ്പാറ്റ ഉണ്ട് അവിടെ. യെസ്, ആ പറഞ്ഞോ. നമ്മുടെ കരിമ്പൻ കാട് ഇവിടെ സ്റ്റാർട്ട് ആവുകയാണ്. കണ്ടില്ലേ, നല്ല ഹൈറ്റിലാണ് കരിമ്പിന്റെ തോട്ടം. ഇവിടെ ഒരു ഏരിയ മൊത്തം തന്നെ കരിമ്പിന്റെ കൃഷി. കുട്ടികളൊക്കെ ഇവിടെ ഒരു സ്ഥലത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കൃഷിയിടങ്ങളിലേക്ക് എൻട്രായി ഒരുപാട് വെജിറ്റബിൾസ് ഇവിടെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ എന്ത് രസമാണെന്നറിയോ, ഭയങ്കര ബിഗാണ് ഓരോ വെജിറ്റബിൾസും. പിന്നെ നമ്മുടെ ബീട്രൂട്ട് തന്നെയാണ്, വൈറ്റ് കളർ. ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടോന്ന് അറിയില്ല. ഓർഗാനിക് കൃഷി രീതിയിലൂടെ ലഭിക്കുന്ന ഈ ഒരു വെജിറ്റബിൾസ് ഒക്കെ കാണുമ്പോൾ തന്നെ വിളവെടുക്കുന്നവർക്ക് ഒരു ആശ്വാസമാണ്. തക്കാളി അതെ, തക്കാളി ഹാർവെസ്റ്റ് ചെയ്തോ നമ്മള്? വാ, ഇവിടെ പച്ച തക്കാളി ഇറങ്ങി. ഇവിടെ പംകിന്റെ പോലെ ഉണ്ട്, എല്ലാം ജയന്റ് സൈസാണ്. അതാണ് ഒരു പ്രത്യേകത. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ പറമ്പിലൂടെ ഓടിച്ചാടി നടക്കാൻ കുട്ടികൾക്ക് എപ്പോഴും സാധിക്കും. ഇവിടെ ഇങ്ങനെ ഓടിച്ചാടി ഈ ഒരു പറമ്പിലൂടെ ഒക്കെ നടക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഫാമുകളിലേക്ക് തന്നെ വരണം. ഇങ്ങനെയുള്ള കാഴ്ചകളും ഈ മണലാരണ്യത്തിലുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പോയിട്ടുള്ളത്. ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ കുവൈറ്റിൻ്റെ ഈ ഒരു ലോകം മറ്റുള്ളവരിൽ എത്തിക്കാനാണ് ഈ വീഡിയോ. ക്യാബേജും ക്യാരറ്റും ബ്രൊക്കോളിയൊക്കെ ഉണ്ടായി നിൽക്കുന്നത് മാത്രമല്ല, നമുക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാനും പറ്റും. കാഴ്ചകളൊക്കെ കൊണ്ട് നമ്മൾ ഓരോ ഏരിയ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉച്ച സമയമാണെന്നുള്ള തോന്നലൊന്നുമില്ല. അത്യാവശ്യം വെയിലുണ്ടെങ്കിലും നല്ല തണുപ്പുള്ളതുകൊണ്ടൊന്നും അറിയുന്നില്ല. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ബോൺസായി സെക്ഷനിലേക്കാണ്. വർഷങ്ങളായിട്ട് കുറേയധികം ബിൽഡിങ്സും മാളുകളും മരുഭൂമിയും ഒക്കെ കണ്ടുമടുത്ത നമുക്ക് ഈ ഫാം കാഴ്ചകളിലേക്ക് വരുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. ദേ ഇവിടെ കണ്ടില്ലേ ഓറഞ്ച് ഉണ്ടായി നിൽക്കുന്നത്. കുറച്ചേ ഉള്ളെങ്കിലും ഈ ഓറഞ്ചൊക്കെ ഉണ്ടായി നിൽക്കുന്നത് കാണുമ്പോഴേ, നമ്മുടെ നാട്ടിൽ കാന്തല്ലൂരൊക്കെ പോയി കഴിഞ്ഞാലേ ഇങ്ങനെ ഓറഞ്ച് തോട്ടങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അവിടെ മാത്രമല്ല, കേരളത്തിൽ ഇഷ്ടംപോലെ സ്ഥലങ്ങളിലുണ്ട്. പക്ഷേ ഇവിടെ ഒരു 4-5 ഓറഞ്ച് കാണുന്നുള്ളെങ്കിലും അത്യാവശ്യം കണ്ണിന് കുളിർമയാകും. അത്തിപ്പഴമാണ് കേട്ടോ ഇവിടെ കാച്ചു നിൽക്കുന്നത്. നിറച്ച് ഇതുപോലെ തന്നെ മരത്തിലുണ്ടാണത്. പക്ഷെ അത് നല്ല ഭംഗിയായിട്ട് കിടക്കും. ആ പള്ളികളിലെ സാധനം വലിയ ഇലയാണ് ഇതിന്റെ, അത്രയും വലിയ ഇലയായിട്ട് വരും. നല്ല പ്ലാവും മാവും പപ്പായയും നമ്മൾ കണ്ടതും കാണാത്തതുമായിട്ടുള്ള ഒരുപാട് ചെടികളും പൂക്കളൊക്കെ ഇവിടെ ഉണ്ട്. വേണ്ടി വന്ന ചക്ക വേരിലും കായ്ക്കും എന്നുള്ള പോലെ ദേ ചെമ്പരത്തി നിപ്പുണ്ട്.
സ്ഥലം വരെ കൊടുക്ക്, ധൈര്യമായിട്ട് കൊടുക്ക്. ഇവിടെ ആടുമാടുകളെ കാണുക മാത്രമല്ല ഇവരുടെ പാല് കറന്ന് നമുക്ക് കൊണ്ടുപോവുകയും ചെയ്യാം. ഉച്ച സമയമാണെങ്കിൽ അങ്ങനെ അറിയുന്നില്ല. നല്ല കാറ്റുണ്ട്, തണുത്ത കാറ്റുള്ളതുകൊണ്ടേ. പബ്ലിക് ഏരിയ തന്നെ ഉണ്ട്, വിശാലമായിട്ടുള്ള കുറെ ബെഞ്ചസ് ഒക്കെ ഇട്ടിട്ട് ആൾക്കാർക്ക് ഒന്ന് റിഫ്രഷ് ആവാനും ഒന്ന് വിശ്രമിക്കാന് ഭക്ഷണം കഴിക്കാനൊക്കെ. ഹായ്, നല്ല കളർഫുൾ ആണ് കേട്ടോ അവന്, ബ്രൗൺ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ. ഇവിടെ ഈ ബ്രിഡ്ജിൻ്റെ ഇടയിൽ കൂടെ ഒരു അരുവിയൊക്കെ ഒഴുകുന്നുണ്ട്. വെള്ളത്തിൻ്റെ ഒരു കളകളാരവൊക്കെ ഉള്ളതുകൊണ്ടേ നല്ലൊരു സുഖമുണ്ട് ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ. പൂക്കളാൽ അലങ്കൃതമായിട്ടുള്ള സെഹ്റ ഫാമിലെ കാഴ്ചകളാണ് നമ്മൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഞങ്ങൾ എങ്ങനെയാണ് സെഹ്റ ഫാമിൽ എത്തിയതെന്നും മറ്റു ഫാം കാഴ്ചകളുമെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ മുൻപേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ചെറിയ ചെറിയ കാഴ്ചകളും വലിയ സന്തോഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഓഫ് 777 @ജാക്ക് ജോൺസ്.